ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൌകര്യമൊരുക്കാൻ 6 ഇടങ്ങളിൽ പുതിയ ഇടത്താവള നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. FIH5 പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഈജിപ്തിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തത്. ചന്ദ്രയാൻ, വനിതാ സംവരണ ബിൽ, G20 ഉച്ചകോടി, ജമ്മു കാശ്മീർ പുനഃസംഘടന തുടങ്ങി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെല്ലാം രാഷ്ട്രപതി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. गुलामी के कालखंड में प्रेरित क्रिमिनल जस्टिस सिस्टम अब इतिहास हो गया है. अब दंड को नहीं अपितु न्याय को प्राथमिकता है. न्याय सर्वोपरि के सिद्धांतों पर नई न्याय संहिता देश को मिली है. डिजिटल पर्सनल डेटा प्रोटेक्शन अधिनियम से डिजिटल स्पेस और सुरक्षित होने वाला है. अनुसंधान नेशनल रिसर्च फाउंडेशन अधिनियम से देश में रिसर्च और इनोवेशन को बल मिलेगा. जम्मू और कश्मीर आरक्षण कानून से वहां भी जनजातीय समुदाय को प्रतिनिधित्व का अधिकार मिलेगा. കോവിഡിന് ശേഷം ശക്തമായി തിരിച്ചുവരാൻ രാജ്യത്തിന് സാധിച്ചു. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വിവിധ പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകി. ഡിജിറ്റൽ സാമ്പത്തിക ശക്തിയായി രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. യുവശക്തി, സ്ത്രീശക്തി, കർഷകർ, ദരിദ്രർ എന്നിങ്ങനെ 4 ശക്തമായ തൂണുകളിലാണ് വികസിത ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് സർക്കാർ വിശ്വസിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. അതിനുശേഷം 2 ദിവസം രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്റെ മറുപടി ഇരുസഭകളും ചർച്ച ചെയ്യും. തുടർന്ന് ഇടക്കാല ബജറ്റ് ചർച്ചകൾ ഓട്ടോൺ അക്കൌണ്ടായി ആരംഭിക്കും. അടുത്ത മാസം 9-ാം തീയതി വരെയാണ് സഭ സമ്മേളിക്കുക. രാജ്യത്ത് വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചത് ചരിത്ര നീക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് നാരീശക്തി പ്രകടനങ്ങൾക്കാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. राष्ट्रपति द्रौपदी मुर्मू जी का मार्गदर्शन और कल निर्मला सीतारामन जी के द्वारा इंटरिम बजट एक प्रकार से ये नारी शक्ति के साक्षात्कार का पर्व है. साथियों, मुझे विश्वास है कि देश नित्य प्रगति की नई नई ऊंचाइयों को पार करता हुआ आगे बढ़ रहा है. ये यात्रा जनता जनार्दन के आशीर्वाद से निरंतर बनी रहेगी. ഈ ബജറ്റ് സമ്മേളനം നാരീശക്തിയുടെ ഉത്സവമാണെന്നും പ്രതിപക്ഷ ശബ്ദം ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കായി ഉയരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും മോൻസ് ജോസഫാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അവതരണത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. റബ്ബറിന്റെ വില തകർച്ചയും ഉത്പാദന ചെലവിന്റെ വർധനവും താങ്ങുവില വർദ്ധിപ്പിക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രമേയം കൊണ്ടുവന്ന മോൻസ് ജോസഫ് MLA പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി കഴക്കൂട്ടം, ചെങ്ങന്നൂർ ഉൾപ്പെടെ 6 സ്ഥലങ്ങളിൽ ഇടത്താവള നിർമ്മാണം പുരോഗമിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തര വേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ശബരിമലയിലെ റോപ്പ് വേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പഠനം നടന്നുവരുന്നു. എരുമേലി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും കെ രാധാകൃഷ്ണൻ അറിയിച്ചു. പുനർഗേഹം പദ്ധതി വഴി ഇതുവരെ 2211 പേരെ വ്യക്തിഗത ഭവനങ്ങളിലേക്കും 390 കുടുംബങ്ങളെ ഫ്ളാറ്റുകളിലേക്കും പുനരധിവസിപ്പിച്ചതായി മന്ത്രി സജി ചെറിയാൻ. നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആകെ 8845 കുടുംബങ്ങളാണ് മാറി താമസിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി വിവിധ ജില്ലകളിലായി 944 ഫ്ളാറ്റുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ സഭയെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 6ാം പതിപ്പ് ഇന്ന് വൈകിട്ട് സമാപിക്കും. ചെന്നൈയിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പങ്കെടുക്കും. ഈ മാസം 19-നാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5600 കായിക താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ചെന്നൈക്ക് പുറമെ കോയമ്പത്തൂർ, മധുര, തിരുച്ചി എന്നിവിടങ്ങളിലാണ് കായിക മത്സരങ്ങൾ നടന്നത്. 53 സ്വർണവും 46 വെള്ളിയും 51 വെങ്കലവുമടക്കം 150 മെഡലുകളുമായി മഹാരാഷ്ട്രയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമത്.
നിലമ്പൂരിലെ ആദിവാസി സമൂഹത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ നബാർഡുമായി സഹകരിച്ച് സമഗ്ര ആദിവാസി വികസന പദ്ധതി നടപ്പിലാക്കുന്നു. 4 പഞ്ചായത്തുകളിലെ 18 ആദിവാസി ഊരുകളിൽ നിന്നായി 375 കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. ആദിവാസി ജനവിഭാഗങ്ങളുടെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി പ്രതിവർഷം ഓരോ കുടുംബങ്ങൾക്കും 2 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഈ ക്ഷേമ പദ്ധതി ഏറെ പ്രയോജനകരവും രാജ്യത്തിനു തന്നെ മാതൃകാപരവുമാണ്. പദ്ധതിയുടെ മുഴുവൻ കാര്യങ്ങളും 19 അംഗ ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെട്ട വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റിയാണ് നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമ്പത്തിക ഉന്നമനം, ആരോഗ്യ പരിചരണം തുടങ്ങി എല്ലാ മേഖലകളിലും പദ്ധതി ഇടപെടൽ നടത്തുന്നുണ്ട്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ പി ജി മനു പോലീസിൽ കീഴടങ്ങി. എറണാകുളം പുത്തൻകുരിശ് പോലീസ് മുമ്പാകെ ഇന്ന് രാവിലെയാണ് കീഴടങ്ങിയത്. കേസിൽ മനുവിന് കീഴടങ്ങാൻ 10 ദിവസത്തെ സമയം ഹൈക്കോടതി നേരത്തെ അനുവദിച്ചിരുന്നു. പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ഹൈക്കോടതി പ്രതി ഗുരുതര കുറ്റകൃത്യമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇടുക്കി മലങ്കര ഡാമിൽ നിന്ന് ചെളിയും എക്കലും നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന് നിർദ്ദേശം നൽകി. സംഭരണശേഷിയുടെ 49% ചെളിയും മണലും എക്കലും നിറഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. മലങ്കര ജലാശയത്തിന്റെ സംഭരണശേഷി 36.36 ദശലക്ഷം ഘനമീറ്ററാണ്. എന്നാൽ കാലാകാലങ്ങളായി എക്കലും ചെളിയും മണലും അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് സംഭരണശേഷി 51% കുറഞ്ഞു. ഏകദേശം 18 ദശലക്ഷം ഘനമീറ്റർ ചെളിയും മണ്ണും എക്കലുമാണ് നീക്കം ചെയ്യേണ്ടത്. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡാമിന്റെ നിർമ്മാണം. ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് മൂലമറ്റം പവർ ഹൌസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളുന്ന വെള്ളം ഡാമിൽ സംഭരിച്ച ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര വടകര മണ്ഡലത്തിൽ പ്രവേശിച്ചു. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന പ്രചാരണം ജനങ്ങൾക്കിടയിൽ വില പോകുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ നല്ല രീതിയിൽ പരിഗണിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. FIH 5 പുരുഷ ഹോക്കി ലോകകപ്പിലെ 46ാമത് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഈജിപ്തിനെ നേരിടും. ഇന്നലെ കെനിയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യ 4-നെതിരെ 9 ഗോളുകൾക്കാണ് വിജയിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഉത്തം സിംഗ് ഹാട്രിക് നേടി. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ജംഷഡ്പൂർ ടാറ്റ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 47ാമത് സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായുള്ള സംസ്ഥാന പോലീസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ആലപ്പുഴ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടർ ക്യാമ്പിലാണ് മത്സരം നടക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നിന്നായി സംസ്ഥാനത്തെ ബറ്റാലിയൻ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മേളയിൽ പങ്കെടുക്കുന്നു. കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 6ൽ ഇന്ന് KSEB കേരള പോലീസുമായും കേരള യുണൈറ്റഡ് FC മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുമായും ഏറ്റുമുട്ടും. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ സൂപ്പർ 6 റൌണ്ടിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 214 റൺസ് ജയം. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 295 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡ് 81 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. TKM എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി തൃക്കടവൂർ മതിലിൽ കുന്നത്തുകിഴക്കതിൽ ഗോപികയാണ് മരിച്ചത്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണം ക്യാമ്പയിൻ സ്പർശിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. ജില്ലാ ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് ബേപ്പൂർ തുറമുഖത്തിന് സ്ഥിരമായി ലഭിച്ചു. ബേപ്പൂർ തുറമുഖ വികസനത്തിന് എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. തുടർ പ്രവൃത്തികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ തുറമുഖ വകുപ്പുമായി ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ നഗരത്തിന്റെ സൌന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ പറഞ്ഞു. ഇതിനുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായി കണ്ണൂർ മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടി വനത്തിനുള്ളിൽ വഴിതെറ്റി കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി. അഗളി DYSP S ജയകൃഷ്ണൻ, പുതൂർ SI V ജയപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ വനത്തിലകപ്പെട്ടത്. വനത്തിനുള്ളിലെ തിരച്ചിലിന് ശേഷം മടങ്ങുമ്പോഴാണ് സംഘത്തിന് വഴിതെറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൌകര്യമൊരുക്കാൻ 6 ഇടങ്ങളിൽ പുതിയ ഇടത്താവളം നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. FIH 5 പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഈജിപ്തിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.